നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പറഞ്ഞു പറ്റിക്കുകയാണോ ഡൊണാൾഡ് ട്രംപ്? യുദ്ധവിരാമമെന്ന പ്രഖ്യാപനം പാഴ്വാക്കാണോ? യുദ്ധത്തിന്റെ ഗതി തിരിക്കാനുള്ള ട്രംപിന്റെ പുതിയ അടവോ? ഇറാനുമായി ക്രിയാത്മകമായ ചർച്ച നടത്തിയെന്നും അത് ഈ ആഴ്ച മുഴുവൻ തുടരുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പ്രതീക്ഷ പകർന്നിരുന്നു ലോകരാജ്യങ്ങൾക്ക്. സംശയമില്ല, യുദ്ധം അവസാനിക്കാൻ പോകുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള പ്രഖ്യാപിത നീക്കം 5 ദിവസത്തേക്ക് നീട്ടിവെച്ചതായും ഹോർമുസ് കടലിടുക്കിന് നൽകിയ 48 മണിക്കൂറത്തെ സമയപരിധി നീട്ടിവെച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്നലെ തന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ്. സംഭാഷണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നത് ഇറാനാണെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദവും. എന്നാൽ ട്രംപ് പറഞ്ഞ മാതിരി ഒന്നും നടന്നില്ല എന്നും പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നുമാണ് ഇറാന്റെ പ്രതികരണം. അത് മാത്രമല്ല, യുദ്ധത്തിൽ ഇറാൻ മുന്നേറുന്നതിന്റെ പേടിയിലാണ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് ഇറാനിലെ നാഷണൽ ടെലിവിഷൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ വേഗം വിജയം കൈവരിച്ച് അവസാനിപ്പിക്കാമെന്ന് US-ഉം ഇസ്രായേലും കണക്കുകൂട്ടിയ ഒരു യുദ്ധം അത് ദീർഘനാൾ നീളുന്ന പശ്ചാത്തലമാണ്. നമ്മൾക്ക് ഓർമ്മയുണ്ട്, 3 ആഴ്ച കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നു. ഹോർമുസിൽ ലോകരാജ്യങ്ങൾ ട്രംപിനെതിരെ തിരിയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഉന്നത നേതൃത്വം നിഷ്കാസനം ചെയ്ത് ഇറാനിലെ ഷിയ ഭരണകൂടത്തെ വളരെ പെട്ടെന്ന് വീഴ്ത്താമെന്ന് കരുതിയ ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ഈ കീഴടങ്ങലിലേക്ക് ട്രംപ് പോകുന്നു. വേണമെങ്കിൽ കീഴടങ്ങൽ എന്ന് പറയാം. കാരണം ചർച്ച നടത്തിയത് ആരോടൊന്നും വെളിപ്പെടുത്താതെ ഇറാന്റെ ഒരു പരമോന്നത നേതാവോട് ചർച്ച നടത്തിയെന്ന് വെറുതെ പറഞ്ഞു വെക്കുന്ന ട്രംപ് വെറുതെ ചില ആശങ്കകൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വെക്കുകയാണോ എന്നതാണ് സംശയം. ഇന്നലെയും ടെഹ്റാനിൽ ആക്രമണമുണ്ടായി. ഇതടക്കം ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം ലോകരാജ്യങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ. ഈ വാർത്ത തന്നെയാണ് നമ്മൾ വിശദമായി 9 എടുക്കുന്നത്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ വിശദമായി നോക്കാം. യുദ്ധം അവസാനിച്ചുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഏകപക്ഷീയമോ? നിഷേധിച്ച ഇറാൻ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല. ഇറാന്റെ ഭീഷണികളിൽ പേടിച്ച് US പ്രസിഡന്റ് പിന്മാറുന്നുവെന്ന് ഇറാനിലെ സ്റ്റേറ്റ് ടെലിവിഷൻ. പ്രതികരിക്കാതെ ഇസ്രായേലും. ട്രംപ് സംസാരിച്ച ആദരണീയനായ നേതാവാരെന്നും ചർച്ച. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഹാഫ് എന്ന സൂചന. ഹോർമുസിൽ സംയുക്ത നിയന്ത്രണമെന്ന അവകാശവാദത്തിലും പ്രതികരിക്കാതെ ഇറാൻ. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം. മിസൈലുകൾ കുതിച്ചത് ഭരണകൂട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട്. ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ. യുദ്ധവിരാമത്തിലെ ആശങ്കയിൽ വീണ്ടും കുതിച്ച എണ്ണവില. ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 കടന്നു. കൂടിയത് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഇന്നലെ 90ലേക്ക് താഴ്ന്ന വില. ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള 2 കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടക്കുന്നു. ജഗ് വസന്തും പൈൻ ഗ്യാസും LPG ടാങ്കറുകൾ ഇന്ത്യയിലേക്ക്. 2 ടാങ്കറുകളുമായി 92,000 ടൺ LPG എന്ന് ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. പാകിസ്ഥാൻ സൂപ്പർ ലീഗിന് താലിബാൻ ഭീഷണി. വിദേശ താരങ്ങൾ ഉടനെ ടൂർണമെന്റിൽ നിന്ന് പിന്മാറണമെന്ന് താലിബാൻ വക്താവ്. പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ മോശമെന്ന മുന്നറിയിപ്പ്. കൂടുതൽ താരങ്ങൾ ലീഗ് വിടുന്നു. പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. സംഭവം കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ. ചരിത്രമാകാൻ വനിതാ ബിൽ വരുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ആകും. ഇതിൽ 273 എണ്ണം വനിതകൾക്ക്. കേരളത്തിൽ 30 ലോക്സഭാ സീറ്റുകളും 210 നിയമസഭാ സീറ്റുകളുമാകും. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്ന് 34 മരണം. വിമാനത്തിലുണ്ടായിരുന്ന 110 സൈനികർ. അപകടം പെറു അതിർത്തിക്ക് സമീപം. മരണസംഖ്യ ഉയരുന്നു.
നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക നൽകിയത് 1252 പേർ. കൂടുതൽ പേർ പത്രിക നൽകിയത് കൊടുവള്ളിയിൽ. വ്യാഴാഴ്ച വരെ പിൻവലിക്കാം. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി വിധി ഇന്ന്. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിൽ വിധി പറയും. തർക്കപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും കോടതി. വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. കോടതിയെ സമീപിച്ചത് പരസ്യങ്ങളിലെയും AI ഉള്ളടക്കത്തിലെയും അനധികൃത ഉപയോഗത്തിനെതിരെ. യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിക്കുമോ? ഈ ട്രംപ് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ച് 10-12 മണിക്കൂറിന് ശേഷം ലോകം പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അതാണ്. യുദ്ധഗതി മാറ്റിവിടാനുള്ള ട്രംപിൻ്റെ തന്ത്രമായിരുന്നോ അത്? ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് ട്രംപ് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രത്യേകിച്ചും ഇറാൻ അത്തരം ഒരു കാര്യം നിഷേധിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ ഒന്നാകെ തെറ്റുകയാണോ? സമാധാനത്തിന് പ്രേരിപ്പിച്ചത് ഡിമോണയിലെ, അതായത് ഇസ്രായേലിൻ്റെ വളരെ പരമപ്രധാനമായ കേന്ദ്രമായ ഡിമോണയിലെ ഇറാൻ ആക്രമണമാണോ? ഇറാന്റെ പ്രതിരോധ വീര്യം US-നെയും ഇസ്രായേലിനെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇറാൻ സമാധാനത്തിന് വഴങ്ങാനുള്ള സാഹചര്യമുണ്ടോ? വളരെ വേഗം വിജയം കൈവരിച്ച് അവസാനിപ്പിക്കാമെന്ന് US-ഉം ഇസ്രായേലും കണക്കുകൂട്ടിയ സൈനിക നടപടിയാണ് അവർ വിചാരിക്കാത്ത നിലയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനുമായി ചർച്ച നടത്തിയെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആരുമായാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നില്ല. ഒരു പരമോന്നത നേതാവ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഈ പ്രഖ്യാപനം വരികയും ലോകരാജ്യങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെടുകയും ചെയ്തത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇത് ട്രംപിൻ്റെ പല പ്രസ്താവനകളെക്കുറിച്ച് നമ്മൾ ഈ ഫ്ലോറിൽ പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒന്നും വിശ്വസിക്കാവുന്നതായിരുന്നില്ല. പിന്നീട് മാറ്റി പറയുന്ന ഒരാളാണ്. 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ നേതാവാണ് വളരെ പെട്ടെന്ന് ഞങ്ങൾ വെടിനിർത്താൻ പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ള യാതൊരു സൂചനകളും ഇപ്പോൾ ഇല്ലല്ലോ. ആ പ്രഖ്യാപനം വെറും പാഴ്വാക്കാകുന്ന നിലയിലല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോഴും പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങളെല്ലാം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കിടെ 26 ഡ്രോണുകളാണ് നശിപ്പിച്ചതെന്നാണ് വിവരം. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും പ്രതിസന്ധികൾ രൂക്ഷമാണ്. ഖത്തറിൽ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നുള്ള അറിയിപ്പുണ്ട്. അതായത് ഈ ഒരു ഡ്രോണിൽ നിന്നുള്ള അവശിഷ്ടം വീണ് അവിടെ ഒരു വൈദ്യുതി നിലയം അതിന് കേടുപാടുകൾ സംഭവിക്കുകയും തുടർന്ന് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുവൈറ്റിലും ഇത്തരം സമാനമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുള്ള മറ്റ് മെയിൻ്റനൻസ് നടപടികളെല്ലാം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും ആക്രമണം നിലവിൽ രൂക്ഷം തന്നെയാണ്. ഈ ആക്രമണങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ട്രംപിന്റെ ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ 5 ദിവസം വെടിനിർത്തൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പശ്ചിമേഷ്യ ഒട്ടാകെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഒരു പാഴ്വാക്കാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് പല ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അദ്ദേഹം തന്നെ പറയുന്നത് ഇത് വെറും ഫേക്ക് ന്യൂസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതായി BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് US-ന്റെ ഈ തന്ത്രം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വില നിയന്ത്രിച്ച് നിർത്താനും അതുപോലെ തന്നെ ഈ കൂടുതൽ ആയുധ ശേഖരത്തിനും അതുപോലെ തന്നെ പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാനുമുള്ള ഒരു സമയം കണ്ടെത്തുക എന്നതാണ് അമേരിക്കയുടെ ഈ ഒരു വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അമേരിക്ക തങ്ങളുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ട്രംപിൻ്റെ ഈ പരാമർശത്തിന് പിന്നാലെ തുടർന്ന് വന്നിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ ഈ ഒരു സമാധാന ശ്രമത്തിന് മധ്യസ്ഥത വഹിക്കുന്നു. അതുപോലെ തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. തുർക്കിയും അതുപോലെ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ സമാധാന ചർച്ചകൾക്കുള്ള ഒരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ്. അതുപോലെ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. ട്രംപിൻ്റെ ആ വാദത്തിന് പിന്നാലെ ഇന്നലെ ക്രൂഡ് ഓയിൽ വില 10% കുറഞ്ഞ് $90 പെർ ബാരൽ എന്നുള്ള നിലയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഇറാൻ അത് നിഷേധിച്ചതോടെ ക്രൂഡ് ഓയിലിന്റെ വില അത് വീണ്ടും കുതിച്ചുയരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അജയ്, അതായത് ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്
താൻ അവിടുത്തെ ഒരു പരമോന്നത നേതാവുമായി സംസാരിച്ചു, ഏറ്റവും ആദരണീയനായ ഒരു നേതാവുമായിട്ടായിരുന്നു സംസാരം എന്ന് പറയുകയാണ്. അത് മൊജ്തബ ഖമേനി ആണോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല, കാരണം മൊജ്തബ എവിടെ എന്നതിനെക്കുറിച്ച് അറിവില്ല, മൊജ്തബയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നിരവധി തവണ ട്രംപ് പറഞ്ഞതാണ്. ഇസ്രായേലും മൊജ്തബയെ അംഗീകരിക്കുന്നില്ല, അല്ല എന്ന് ട്രംപ് മറുപടി പറയുകയാണ്. അങ്ങനെയെങ്കിൽ അതാരാണ് എന്ന് ചോദ്യം ഉയർന്നു. മറ്റൊന്ന്, ഹോർമുക്സ് സംയുക്തമായി നിയന്ത്രിക്കപ്പെടുമെന്നും ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇതിലും ഒരു തരത്തിലുള്ള ധാരണയും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം നമുക്കറിയാം, ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാനുമായി ബന്ധപ്പെട്ടാണ്. അത് അമേരിക്കയോടുകൂടി ചേർന്നുള്ള നിയന്ത്രണം ഉണ്ടാകുമോ എന്നുള്ളതും ഇറാന്റെ മറുപടിയില്ല. അതും വെറുമൊരു പാഴ്വാദഗതിയായിരുന്നു. 15 കാര്യങ്ങളിൽ ധാരണയായി ഇതിൽ ആണവായുധം നേടില്ല എന്നുള്ള ഉറപ്പ് കൂടി ഇറാൻ നൽകിയിട്ടുണ്ട് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുകയാണ് ട്രൂത്ത് സോഷ്യലിൽ കൂടി. ഒപ്പം മറ്റൊന്ന്, ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായാണ് ഈ ചർച്ച എന്നുള്ള വിവരങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ട്രംപിന്റെ അവകാശവാദം മാത്രമായി നിൽക്കുകയാണ്. ഇതൊന്നുമല്ല സംഭവിച്ചത് എന്നാണ് ഇറാൻ പറയുന്നത്. കാരണം ഇറാൻ ഭരണകൂടത്തിലെ 3ാം നിരയെ വരെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ ട്രംപ്, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന നേതാവായി കരുതുന്നതുമായ ഒരാളുമായി ഇടപെടുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ ചർച്ചകളിൽ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കൃഷ്ണറും ഒക്കെ പങ്കെടുത്തു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പക്ഷേ അജയ്, ഇതൊന്നും ഇറാൻ സമ്മതിക്കുന്നില്ല. ഇതേത് നേതാവാണ്? മൊജ്തബയെ അംഗീകരിക്കുന്നില്ല, മൊജ്തബ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്നതാണ്. ആരുമായി ചർച്ച ചെയ്തു? ആരാണ് ഇത്തരം ഉറപ്പുകൾ നൽകിയത്? ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോർമുസിന്റെ നിയന്ത്രണം തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒപ്പം ആണവ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തതയും ഇല്ലാത്ത പരാമർശമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന്. രഞ്ജിത്ത്, ഈ ചർച്ച നടത്തിയത് അവിടുത്തെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫുമായിട്ടുള്ള ആണെന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ നമുക്ക് നിലവിൽ തള്ളിക്കളയാവുന്ന ഒരു സ്ഥിതിയിലാണ്. കാരണം അദ്ദേഹം തന്നെയാണ് നിലവിൽ ഇത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള ഒരു കാര്യം പുറത്തുവിട്ടത്. അത് പല ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതേ കാര്യം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ആദ്യം ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാനുമായി ഒരു ചർച്ച നടന്നു, അതിൽ ഒരു ധാരണയായിട്ടുണ്ട്, മിക്ക കാര്യങ്ങളും ധാരണയായി. ഇതിനെ തുടർന്ന് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന് ട്രൂത്ത് സോഷ്യൽ പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു മാധ്യമങ്ങളെ കണ്ട മാധ്യമങ്ങളുമായിട്ട് പ്രതികരണം നടത്തിയതിലാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത്, മുജ്തബ ഖമേനിയുമായിട്ടല്ല താൻ ചർച്ച നടത്തിയത്, ഇറാനിലെ തന്നെ മറ്റൊരു ബഹുമാനിക്കപ്പെടുന്ന നേതാവുമായിട്ടാണ് ചർച്ച നടത്തിയതെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ട്രംപ് ഉദ്ദേശിക്കുന്നത് വെനസ്വേലയിൽ എങ്ങനെയാണോ ഒരു അധികാരമാറ്റം നടത്തിയത്, അതിന് സമാനമായിട്ടുള്ള ഒരു അധികാരമാറ്റം തന്നെയാണ് ഇറാനിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനിൽ നിക്കോളാസ് മഡുറോയ്ക്ക് പകരം ഡെൽസി റോഡ്രിഗോസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറ്റി ട്രംപ് അവിടെയുള്ള ഒരു അധികാര പ്രശ്നം അത് നിയന്ത്രിച്ചു. ഇതിലൊരു ട്രംപ് പറയുന്നത്, അവിടെയുള്ള ഒരു ബഹുമാനിക്കപ്പെടുന്ന മറ്റൊരു നേതാവിനെ ഭരണത്തിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അവിടെ ഭരണത്തിൽ വലിയൊരു അസ്ഥിരതയുണ്ടാകും. അതുമാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഒരു കലാപ ശ്രമം ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മറികടക്കാനാണ് മറ്റൊരു ബഹുമാന്യനായിട്ടുള്ള നേതാവിനെ അധികാരത്തിൽ കയറ്റുന്നതെന്നാണ് ട്രംപ് പല സമയത്തായി മാധ്യമങ്ങളോട് നൽകിയിട്ടുള്ള വിശദീകരണം. ട്രംപ് അദ്ദേഹം ഈ ചർച്ചയിലൂടെ ധാരണയിൽ എത്തിയെന്ന് പറയുന്നതിൻ്റെ ഒരു മറ്റു സൂചനകളായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നതാണ്, ഇനിയൊരു ആണവായുധം ഡെവലപ്പ് ചെയ്യില്ല എന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, നിലവിൽ അവരുടെ കയ്യിൽ ആണവായുധങ്ങളൊന്നും തന്നെ സ്റ്റോക്കില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇറാൻ ഈ വാദഗതി നേരത്തെ തന്നെ നിഷേധിച്ചതാണ്. അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾ തന്നെ അവർ ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അതായത് തങ്ങൾ ആണവായുധം വികസിപ്പിക്കുന്നില്ല, ഈ ആണവായുധം എന്ന് പറയുന്നത് അത് ഇസ്ലാം മതമനുസരിച്ച് തെറ്റാണ്, അതുപോലെ തങ്ങളുടെ ഭരണം കൈയാളുന്ന നേതാക്കൾ ഇത്തരമൊരു നിലപാട് എടുത്തിട്ടില്ല, ഇനി ആണവ സംവിധാനം തങ്ങളുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് സമാധാനപരമായിട്ടുള്ള യൂസുകൾക്കായിട്ടാണ്, ഈ ഇലക്ട്രിസിറ്റി പോലെയുള്ള ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആയുധം തങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ഇറാൻ പലപ്പോഴായി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ ട്രംപിൻ്റെ ഈ ഒരു പരാമർശത്തിനും, ഈ ഭരണമാറ്റം എന്നത് കഴിഞ്ഞ് രണ്ടാമത്തെ ഈ ആണവായുധത്തിൻ്റെ കാര്യത്തിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ വാദത്തിനും വലിയ കഴമ്പില്ലെന്ന് പറയാം. കാര്യം ഇറാൻ തന്നെ മുൻപ് ഇത് പലപ്പോഴായി സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് US പ്രസിഡന്റ് ഇപ്പോൾ വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ചർച്ചകൾക്കുള്ള അടിസ്ഥാനം? എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു
ഇത്തരത്തിലൊരു സമാധാന നീക്കം ട്രംപ് നടത്തുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായും അതാണ് ഇറാൻ നേതൃത്വവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അത് പൂർണ്ണമായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരെ സൈനിക നടപടികൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം വരുന്നത്. മെഹർ ന്യൂസ് ഏജൻസി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അമേരിക്കയുടെ വാദം സമയം നേടാനുള്ള അടവാണ് എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതായത് യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടുക. ഇപ്പോൾ ചില കപ്പലുകളൊക്കെ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളൊക്കെ റിപ്പയറിങ്ങിന് വേണ്ടി, അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കയറ്റി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എണ്ണവില നിയന്ത്രിക്കുക എന്നുള്ള വളരെ പരമപ്രധാനമായ ഒരു കാര്യം കൂടി ട്രംപിന്റെ മുന്നിലുണ്ടായിരുന്നു. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ നേരത്തെ പറഞ്ഞ പോലെ $100 മുകളിലേക്ക് എണ്ണവില കുതിച്ചുപോയ പശ്ചാത്തലമുണ്ട്. ഒപ്പം കൂടുതൽ സൈനിക നടപടികൾ തയ്യാറെടുക്കുക എന്ന നീക്കവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനൊക്കെയാണ് ഇത്തരത്തിലുള്ള അവകാശവാദം ട്രംപ് നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഇത് ഇറാന്റെ ആരോപണമാണ്, വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ്. ഊർജ്ജവില കുറയ്ക്കുക, ഒന്ന് സൈനിക പദ്ധതികൾ കൂടുതലായി നടപ്പിലാക്കുക, മറ്റൊന്ന് അറ്റകുറ്റപ്പണികൾക്കായി സമയം കൊണ്ടുവരിക. അജയ്, നമുക്കറിയാം യുദ്ധ ചിലവ് എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയ പശ്ചാത്തലമാണ്. ഇറാൻ പറയുന്നത് വളരെ പ്രധാനമാണ്, ഞങ്ങളല്ല യുദ്ധം ആരംഭിച്ചത്, നിങ്ങളാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്നാണ്. ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ട നിങ്ങളാണ്, പക്ഷേ ഞങ്ങളുമായി ചർച്ച ചെയ്യണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ അമേരിക്കയും ചെന്നുപെട്ട പലവിധ പ്രതിസന്ധികൾ അതിജീവിക്കുക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ടാകാം ഈ ഇടവേളയുമായി ബന്ധപ്പെട്ട്. ഇറാൻ ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല രാജ്യങ്ങളും തങ്ങളെ സമീപിച്ചു എന്ന് ഇപ്പോൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ അവരോടെല്ലാം തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയായി ഇറാൻ എടുത്തു കാട്ടുന്നത് തങ്ങളല്ല ഈ യുദ്ധം ആരംഭിച്ചത്, US-ഉം ഇസ്രായേലും കൂടി ചേർന്നാണ്. അപ്പോൾ അവരോടാണ് നിങ്ങൾ ചർച്ച നടത്തേണ്ടത് എന്നാണ് ആ രാജ്യങ്ങളോടെല്ലാം തങ്ങൾ മറുപടി പറഞ്ഞതായിട്ട് ഇറാൻ സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇറാൻ പലപ്പോഴായി മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യവും. US-ഉം ഇസ്രായേലും ചേർന്നാണ് ഈ യുദ്ധം ആരംഭിച്ചത്, തങ്ങൾ അത് അവസാനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടികൾ അവർ പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മിസൈൽ ഫെസിലിറ്റികളെല്ലാം നശിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇറാൻ തങ്ങളുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള 2 സ്റ്റേജ് ഇന്റർ ഗാലക്റ്റിക്കൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനകത്തുള്ള 2 നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇതെല്ലാം വളരെ നിർണായകം തന്നെയാണ്. ഇപ്പോൾ US-ൻ്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട 2 യുദ്ധക്കപ്പലുകളാണ് ഇറാൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ, മറ്റത് ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ. ഈ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ഈ കപ്പലാണ് നിലവിൽ റിപ്പയറിങ്ങിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് എന്ന് US തന്നെ സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ US-ൻ്റെ 5 വിമാനങ്ങൾ തകർന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ട്രംപ് ഇതിന് വിശദീകരണമായി പറയുന്നത് ഈ 5 വിമാനങ്ങൾ തകർന്നിട്ടില്ല, ഇത് നിലവിൽ സർവീസിങ്ങിനായി മാറ്റിയതാണ്, അത് വീണ്ടും ഈ യുദ്ധമുഖത്തേക്ക് തിരിച്ചു വരും എന്നാണ് ട്രംപ് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ഈ കപ്പൽ, അതുപോലെ 5 വിമാനം, ഇതൊന്നും ഇപ്പോൾ യുദ്ധമുഖത്ത് കാണാനില്ല, ഇതെല്ലാം സർവീസിന് മാറ്റി എന്നത് US നൽകുന്ന വിശദീകരണമാണ്. എന്നാൽ ഇറാൻ ആവർത്തിച്ച് പറയുന്നു ഇവയെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ നിരവധി US സൈനികർ കൊല്ലപ്പെട്ടു, ചില സൈനികർ തങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവരെ തടവിലാക്കിയിട്ടുണ്ട് എന്നെല്ലാം ഇറാൻ പറയുന്നു. എന്നാൽ US-ൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്നാൽ യുദ്ധമുഖത്ത് അവരുടെ ആയുധ ശേഖരങ്ങൾ പഴയതുപോലെ സജീവമായി കാണുന്നുമില്ല. ഇപ്പോൾ ഇസ്രായേലാണ് കൂടുതലായി ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. ടെഹ്റാനിലടക്കം ആക്രമണം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ കുറച്ച് മുൻപേ വരെ ആക്രമണം നടത്തിയത് ഇസ്രായേലാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു റിറ്റാലിയേഷൻ അത് പഴയതുപോലെ കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാമാണ് അമേരിക്ക ഒരു യുദ്ധമുഖത്ത് പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരങ്ങൾ അത് കുറയുന്നു പശ്ചിമേഷ്യയിലുള്ളത് എന്നെല്ലാം ഒരു സൂചന നൽകുന്നത് ഇത് കാരണമാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രസ്താവന ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അവർ പറഞ്ഞത് യുദ്ധമുഖത്ത് ഇറാന്റെ ഭീഷണികളിൽ പേടിച്ചാണ് US പ്രസിഡന്റ് പിന്മാറുന്നത് എന്നാണ്. അത് വളരെ പ്രസക്തമായ ഒരു പ്രസ്താവനയാണ്. ഇറാനുമായി വെടിനിർത്തൽ സൂചന നൽകുന്ന നിർണായക പ്രഖ്യാപനം US പ്രസിഡന്റ് നടത്തിയതിന് പിന്നാലെയാണ് ഇറാൻ മാധ്യമങ്ങൾ ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. US-ഉമായി ഇറാൻ ചർച്ച നടത്തിയെന്ന ട്രംപിന്റെ പ്രസ്താവനയും മിക്ക ഇറാൻ മാധ്യമങ്ങളും, എല്ലാ ഇറാൻ മാധ്യമങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭീഷണികളിൽ പേടിച്ചാണ് ട്രംപിന്റെ ഈ പിന്മാറ്റം എന്ന് ആവർത്തിക്കുകയാണ് ഇത്തരം റിപ്പോർട്ടുകൾ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ തന്നെയാണ് ആ മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ്. ടെഹ്റാൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഭരണകൂട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇന്നലെ ആക്രമണം നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ഫലപ്രദമായ ചർച്ചകൾ നടന്നു വരികയാണെന്ന് US പ്രസിഡന്റ് ഇന്നലെ പ്രസ്താവിച്ച് തൊട്ടു പിന്നാലെ നിമിഷങ്ങൾക്കകമാണ് ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിത നീക്കം. അതായത് ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി, നിരവധി കെട്ടിടങ്ങൾ തകർന്നു എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പാർപ്പിട സമുച്ചയം പൂർണ്ണമായും തകർന്നു വീണു. അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ഒരു കുട്ടിക്കായി ദീർഘനേരം തിരച്ചിൽ നടത്തിയെന്ന് റെഡ് ക്രസന്റും അറിയിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. സാധാരണക്കാർ താമസിക്കുന്ന മേഖലകൾ ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പ്രാഥമിക വിവരം. അതായത് സമാധാനമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് ഇസ്രായേൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ട്രംപിനോട് യോജിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അതിന്റെ ഭാഗമാണല്ലോ ഇത്തരം ആക്രമണ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഏതൊക്കെയാണ് ഇനിയുള്ള പ്രത്യാഘാതങ്ങൾ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വരും മണിക്കൂറുകളിലും അതിൻ്റെ മാറ്റങ്ങൾ അത് നമുക്ക് മനസ്സിലാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള 2 കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ജഗ് വസന്ത്, പൈൻ ഗ്യാസ് എന്നീ LPG ടാങ്കറുകളാണ് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇന്ത്യൻ പതാകയുള്ള 2 LPG കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നു പോകാൻ ഇറാൻ അനുവദിച്ചിരുന്നു. ഈ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മറ്റ് 2 ടാങ്കറുകൾ കൂടി കടലിടുക്ക് കടക്കാനൊരുങ്ങുന്നത്. ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റകൾ പ്രകാരം 2 കപ്പലുകളും തിങ്കളാഴ്ച പുലർച്ചെയാണ് UAE തീരത്ത് നിന്ന് യാത്ര ആരംഭിച്ചത്. ഇറാനിയൻ ദ്വീപുകളായ ലാറക്കിനും ഖഷ്മിനും സമീപത്തു കൂടിയായിരുന്നു കപ്പലുകളുടെ സഞ്ചാരം. താരതമ്യേന സുരക്ഷിതമായ പാതയാണ് ഇത്. നേരത്തെ ഷിപ്പിംഗ് മന്ത്രാലയം, കേന്ദ്ര സർക്കാരൊക്കെ ഇറാനുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഇറാൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ കപ്പൽ ഇപ്പോൾ കടന്നു വരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഉടൻ തന്നെ ഈ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയും സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതാണ്ട് 92,000 ടൺ LPG ഇതുമായി ബന്ധപ്പെട്ട ഈ കപ്പലുകൾ ഉണ്ട് എന്ന വിവരം കൂടി ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രാലയം പുറത്തുവിടുന്നുണ്ട്. ഇന്ത്യയുടെ നാവികസേനയുടെ അകമ്പടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓയിൽ വില വീണ്ടും വല്ലാതെ കുതിച്ചുയരുകയാണ്. ഇന്നലെ 10% ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ 10% കുറഞ്ഞ ഓയിൽ വിലയിൽ വൻ വർധനവ് ഇന്ന് സംഭവിക്കുന്നു. ഇന്നലെ $90 എത്തിയ ആ ഓയിൽ വില ഇപ്പോൾ $100 കടന്നിരിക്കുകയാണ്. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ ടെഹ്റാൻ ആക്രമണവും ഇത് ഇറാൻ നിഷേധിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് വീണ്ടും 10% കൂടി വർദ്ധിക്കുന്നത്. 180 അത്ഭുതപ്പെടാനില്ല എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അജയ്, ഈ ഓയിലിൻ്റെ പ്രശ്നം തന്നെയാണ് ഏറ്റവും പരമപ്രധാനമെന്ന് പറയുന്നത്. ഓയിൽ വില വീണ്ടും വർദ്ധിക്കും. ഇന്നലെ യുദ്ധം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ താഴ്ചയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും ഉയരങ്ങൾ ഭേദിക്കാനൊരുങ്ങുകയാണ് ഓയിൽ. അതെ, ഇറാൻ തന്നെ ഇക്കാര്യത്തിൽ നിലവിലൊരു ഇന്നലെ വ്യക്തമാക്കിയത് ട്രംപ് ഓയിൽ വില, അത് ക്രൂഡ് ഓയിൽ വില കുറയാൻ വേണ്ടിയിട്ടാണ് യുദ്ധം അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് വെച്ചത് എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. ഇപ്പോൾ ട്രംപ് ഇന്നലെ പറഞ്ഞതിന് പിന്നാലെ ഏതാണ്ട് അത് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ കാണാൻ സാധിച്ചത്. അതായത് ഏഷ്യൻ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില 10% കുറഞ്ഞ് $90 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലെത്തുന്നു. എന്നാൽ ഇറാൻ ഈ വാദങ്ങളെല്ലാം നിഷേധിച്ചതിന് ശേഷം, ട്രംപ് പറഞ്ഞ ഈ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള ഒരു വാദങ്ങളെല്ലാം നിഷേധിച്ചതിന് ശേഷം ചൊവ്വാഴ്ച രാവിലെയോടെ ഇത് വീണ്ടും ഉയരുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ $103.69 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില എത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ആശ്വാസത്തിലായിരുന്നു ഈ ക്രൂഡ് ഓയിലിൻ്റെ വില താഴേക്ക് വന്നതും ഈ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള സൂചന ട്രംപ് നൽകിയതും. ഇപ്പോൾ 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഈ ഹോർമുസ് വഴി വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ 92,000 ടൺ ഈ ഒരു LPGയുമായിട്ടായിരുന്നു ഈ 2 കപ്പലുകൾ വന്നത്. എന്നാൽ ഇന്ത്യയുടെ ഒരു മാസത്തെ ആകെ ഉപഭോഗം എന്ന് പറയുന്നത് 3.3 മില്യൺ ടൺ LPG ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ അളവ് LPG മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് വരും ദിവസങ്ങളിൽ ലഭിച്ചില്ലെങ്കിൽ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കും. ഇന്ത്യ മാത്രമല്ല,
ഇപ്പോൾ ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ജപ്പാൻ 2 ദിവസം മുൻപേ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ജപ്പാന്റെ കപ്പലുകൾക്കും അനുമതി നൽകാം എന്നുള്ളൊരു ധാരണയിലാണ് ഇറാൻ ആ ചർച്ച അവസാനിപ്പിച്ചത്. ഇപ്പോൾ ദക്ഷിണ കൊറിയ ചർച്ച നടത്തി എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ അവരുടെ കപ്പലുകൾക്കുൾപ്പെടെ ഇനി അനുമതി നൽകുമോ എന്നുള്ള കാര്യം വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ എന്തായാലും ഈ ക്രൂഡ് ഓയിൽ വില ഉയർന്നത് കാരണം കൂടുതൽ രാജ്യങ്ങൾ ഇറാനുമായി ചർച്ചയ്ക്കായി മുന്നോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ അമേരിക്കയെ അത് കൂടുതൽ വെട്ടിലാക്കുകയുള്ളൂ. അമേരിക്കയ്ക്കുള്ള ഒരു പ്രാധാന്യം, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പ്രാധാന്യം അത് കുറഞ്ഞ് എല്ലാ കണ്ണുകളും ഇറാനിലേക്ക് വരുന്നതും ട്രംപ് ഭയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും യുദ്ധം അത് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിന്റെ പ്രസ്താവനയോട്, ട്രംപിന്റെ അവകാശവാദത്തോട് യോജിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അത് പൂർണ്ണമായും ഇറാൻ നിഷേധിക്കുന്ന പശ്ചാത്തലവും ഒരുങ്ങി വരികയാണ്. മറ്റൊരു വാർത്തയിലേക്ക്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അതിന് സമാന്തരമായി പാകിസ്ഥാനിലും ഒരു പ്രീമിയർ ലീഗ്, പാകിസ്ഥാൻ സൂപ്പർ ലീഗ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ 11ാം പതിപ്പാണ് നടക്കേണ്ടത്. പക്ഷേ അതിനെക്കുറിച്ച് അതീവ ആശങ്കകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സായുധ സംഘടനയായ തെഹ്രീക്കെ താലിബാൻ വിദേശ താരങ്ങൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയരുന്നത്. നമുക്കറിയാവുന്ന കാര്യം, ടൂർണമെൻറ്റിലെ വിദേശ താരങ്ങളോട് പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ സുഖകരമല്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് താലിബാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ വലിയ ആപത്ത് നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നത് ഈ താരങ്ങളെ ആശങ്കയിലാക്കുകയാണ്. ഒപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഈ സ്റ്റേഡിയങ്ങളിൽ, ആളില്ലാ സ്റ്റേഡിയങ്ങളിലാകും ഈ മത്സരങ്ങൾ നടക്കുക എന്നുള്ളതാണ്. സ്റ്റേഡിയങ്ങൾ, അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ ഈ മത്സരങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനമായുള്ളത്. നമുക്കറിയാം, താലിബാൻ ഖൈബർ പഷ്തൂൺ മേഖല, ബലൂചിസ്ഥാൻ തുടങ്ങിയ മേഖലകളിലെ ജനങ്ങളുടെ ദുരിതത്തെ പരിഹസിക്കുന്നതാണ് ഈ സൂപ്പർ ലീഗ് എന്നൊക്കെയാണ് താലിബാന്റെ അവകാശവാദം. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇതിപ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തരമായ സുരക്ഷാ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് അവരുടെ ക്രിക്കറ്റ് ലീഗ് പോലും നടത്താൻ പറ്റാത്ത പശ്ചാത്തലം ഒരുങ്ങുന്നത്. രഞ്ജിത്ത്, തെഹ്രിയ താലിബാൻ എന്ന സംഘടനയുടേതാണ് ഈ ഭീഷണിയായി ഇപ്പോൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം കാലങ്ങളായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ജനജീവിതം ഏറെ ദുസ്സഹമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് പാകിസ്ഥാൻ ആതിഥ്യമരുളുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലെയേഴ്സ് വരുന്നുണ്ട്, കളിക്കാർ വരുന്നുണ്ട്. പലരും ഇതിനകം തന്നെ അവിടേക്ക് എത്തി. സ്റ്റീവ് സ്മിത്ത് നേരത്തെ തന്നെ എത്തുകയും ടീമിനൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഇത്തരമൊരു ഭീഷണി വരുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ ആഭ്യന്തര സുരക്ഷ മോശമാണ്, സാഹചര്യം മോശമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഉറപ്പും നൽകാൻ തങ്ങൾക്കാകില്ല. കാരണം പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു പോരാട്ടമാണ് ഈ തെഹ്രിയ താലിബാൻ നടക്കുന്നത്. ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരം കായിക വിനോദങ്ങൾ നടത്താൻ പാടില്ല. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തരുത്. ഇത് മറ്റ് രാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താരങ്ങളുടെ സുരക്ഷയിൽ തങ്ങൾക്ക് ഒന്നും പറയാനില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനായിരിക്കുമെന്ന തരത്തിൽ ഇവരുടെ മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ മുൾട്ടാൻ സുൽത്താൻസ് ടീമിനൊപ്പം ചേരാൻ പാകിസ്ഥാനിലെത്തിയിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു ഭീഷണി ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നത് താരങ്ങൾക്ക് എല്ലാത്തരം സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും കളി നടക്കുക. ലാഹോറിലും കറാച്ചിയിലുമായാണ് ഇപ്പോൾ കളികൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കാണികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടി വന്നിരിക്കുന്നു. അവിടെ വലിയ സാമ്പത്തിക നഷ്ടം വരുമെങ്കിൽ പോലും ഈ ടെലിവിഷൻ റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു സാറ്റലൈറ്റ് റൈറ്റിലൂടെ ഇതിൻ്റെ വരുമാനം കണ്ടെത്താൻ കഴിയുമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു ആലോചനയും ചിന്തയും. അതുവഴി ഈ കാണികളെ പ്രവേശിപ്പിക്കാതെ ടെലിവിഷനിൽ മാത്രം ഈ കളികളുടെ ദൃശ്യം നൽകുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ വരുന്നത് ഈ എണ്ണയുടെ ഒരു പ്രതിസന്ധി തന്നെയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഈ എണ്ണ വിതരണത്തിലുണ്ടായ തടസ്സം പാകിസ്ഥാനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. 6 നഗരങ്ങളിലായി ഈ കായിക വിനോദം ക്രിക്കറ്റ് സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ്. എന്നാൽ അതിന് കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വേദികളുടെ എണ്ണം ഗണ്യമായി വെട്ടിച്ചുരുക്കി ഇപ്പോൾ 2 വേദികളിലേക്ക് മാത്രമായി, അതും ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി ഈ ടൂർണമെൻറ്റ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. മറ്റ് ടീമുകളിൽ നിന്നുള്ള, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും ഒക്കെയുള്ള താരങ്ങൾ PCBയുടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. പലരും ഇതിനകം എത്തിക്കഴിഞ്ഞു. ഡേവിഡ് വാർണർ അടക്കമുള്ളവർ അടുത്ത ദിവസം ഇതിൽ ജോയിൻ ചെയ്യും. ഒരു ദിവസം കൂടി കഴിയുമ്പോൾ ടൂർണമെൻറ്റ് തുടങ്ങുകയാണ്.
8 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആ തരത്തിലുള്ള ഒരു ക്രമീകരണം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ താരങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. നമുക്കത് കാത്തിരുന്ന് കാണണം ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇതിനിടയിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ വല്ലാതെ പ്രതിസന്ധിയിലായിക്കൊണ്ട് പ്രമുഖ താരങ്ങൾ ഓരോരുത്തരായി പിന്മാറുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 2 സീസണുകളായി IPL-ഉം PSL-ഉം ഒരേ സമയത്ത് നടക്കുന്നത് പാകിസ്ഥാൻ ബോർഡിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. ഇത്തവണയും സമാനമായി സംഭവിക്കുകയാണ്. പരിക്കേറ്റ താരങ്ങൾക്കായി IPL അവസരം ലഭിക്കുമ്പോൾ ഈ പാകിസ്ഥാനിലെ കരാർ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരാനാണ് വിദേശ താരങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇത്തവണ 4ഓളം താരങ്ങൾ ഇത്തരത്തിൽ PSL ഉപേക്ഷിച്ച് IPL-ലേക്ക് പോയി എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ കോർബിൻ ബോഷാണ് ആദ്യമായി IPL-ലേക്ക് വന്നത്. ബോഷിന് ശേഷം പിന്നീട് 3ഓളം താരങ്ങൾ ഇത്തരത്തിൽ IPL-ലേക്ക് വന്നു, കരാർ ഒപ്പിട്ട് അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ബ്ലേസിംഗ് മുസറബാനി എന്ന താരമുണ്ട്. ഇസ്ലാമാബാദ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചൊരു താരമാണ്. അദ്ദേഹവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ചേരാനായി കരാർ റദ്ദാക്കിയ പശ്ചാത്തലം ഉണ്ടായി. ഒപ്പം സാം കറിന് പകരക്കാരനായി ദസൂൻ ഷാനക എന്ന ശ്രീലങ്കൻ താരവും പാക് ക്രിക്കറ്റ് ലീഗ് ഉപേക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഒപ്പം മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ ഓസ്ട്രേലിയൻ പേസ് ബൗളർ സ്പെൻഡർ ജോൺസണും ക്ലറ്റ ഗ്ലാഡിയേറ്റേഴ്സുമായുള്ള കരാർ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൽ നദാൻ എല്ലിസിന് പകരക്കാരനായാണ് ജോൺസൺ എത്തുക. അങ്ങനെ ആകപ്പാടെ പ്രതിസന്ധിയിലാണ് ഈ സംവിധാനം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. തൻ്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാണ് മോഹൻലാലിൻ്റെ ആവശ്യം. ഹർജി ജസ്റ്റിസ് ജ്യോതി സിംഗ് അല്പസമയത്തിനകം പരിഗണിക്കും. നേരത്തെ സമാനമായ ആവശ്യം ഉന്നയിച്ച് നിരവധി ബോളിവുഡ് താരങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. അനിൽ കപൂർ, അമിതാഭ് ബച്ചൻ എന്നിവർക്ക് ഉത്തരവ് ലഭിക്കുന്ന സംവിധാനമുണ്ടായിരുന്നു. ഇത്തരത്തിൽ അനുമതി കൂടാതെയുള്ള ഉപയോഗം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇവരും ആവശ്യപ്പെട്ടത്. പ്രധാനമായും പരസ്യങ്ങൾ, ഉൽപ്പന്നങ്ങൾ, നിർമ്മിത ബുദ്ധി എന്നിവ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഉള്ളടക്കങ്ങളിലാണ് ഈ പ്രശസ്തരുടെ ശബ്ദവും മറ്റും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത്. ഹർജിക്കാരുടെ വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിധികളാണ് കോടതി ഇതിനകം പുറപ്പെടുവിച്ചത്. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള ഉത്തരവ് ഹർജി പരിഗണിച്ചത് ഹോളിവുഡ് നടി സോനാക്ഷി സിൻഹയുടേതായിരുന്നു. അതേസമയം മോഹൻലാൽ ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ പെട്ടതിനെ തുടർന്നാണ് ഒരു ഹർജിയുമായി അദ്ദേഹം നീങ്ങുന്നത്. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്ന് വീണ് 34 പേർ മരിച്ചു. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിലാണ് അപകടം. 110 സൈനികരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 67 പേരെ രക്ഷപ്പെടുത്തിയെന്ന് കൊളംബിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെർക്കുലീസ് C-130 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്യൂർട്ടോ ലെഗുയിസാമോയിൽ നിന്ന് പ്യൂർട്ടോ അസീസിലേക്ക് സൈനികരുമായി പുറപ്പെട്ട വിമാനമാണ് തകർന്നത്. കൊളംബിയയുടെ തെക്കൻ അതിർത്തിയിൽ പെറുവിനോട് ചേർന്നാണ് അപകടമുണ്ടായത്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. വിമാനം തകർന്ന് വീണതിന് തൊട്ടു പിന്നാലെ പ്രദേശത്താകെ കറുത്ത പുക ഉയർന്നു. പ്രദേശവാസികൾ ചേർന്ന് രക്ഷപ്പെട്ട സൈനികരെ ആശുപത്രിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും സങ്കടകരമായ ദിവസമാണെന്നും കൊളംബിയൻ പ്രതിരോധ മന്ത്രി പെഡ്രോ സാഞ്ചസ് പ്രതികരിച്ചു. മറ്റൊരു സുപ്രധാന വാർത്ത പുറത്തു വരുന്നത് വനിതാ സംവരണ നിയമം, അതായത് നാരി ശക്തി വന്ദൻ അധിനിയം എന്നത് ഉടൻ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. 2011 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കി നിയമം നടപ്പിലാക്കാനാണ് BJP ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിലെ പദ്ധതി പ്രകാരം വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 816 ഉയരും. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. 2023 പാസാക്കിയ നിയമമനുസരിച്ച് പുതിയ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും ശേഷമേ സംവരണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് വേഗത്തിലാക്കാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് കേരളത്തിൽ
ഇതനുസരിച്ച് വെച്ചാൽ കേരളത്തിൽ ഇതനുസരിച്ച് വന്നാൽ നമ്മുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30 വർദ്ധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210 ഉയരുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട മാറ്റം വരാൻ പോകുന്ന പശ്ചാത്തലം പ്രധാനമാണ്. പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ഇതിനോടകം പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ആഴ്ചയോടെ ബിൽ സഭയിൽ എത്തുമെന്നാണ് സൂചനകൾ. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, പുരോഗമനപരമായ ഒരു തീരുമാനം തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നിയമത്തെ നോക്കിക്കാണുന്നത്. വളരെ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ 1/3 വനിതാ സംവരണം പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ തന്നെ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുകയും നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരമൊരു നിയമം നടപ്പാക്കുകയും ചെയ്തു. 50% സ്ത്രീ സംവരണം എന്നത് നഗരസഭകളിലും പഞ്ചായത്ത് കോർപ്പറേഷൻ ആ തലങ്ങളിലൊക്കെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നേരത്തെ തന്നെ കൊണ്ടുവന്നതാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും ദീർഘകാലമായുള്ള സ്ത്രീകളുടെ ഒരു പോരാട്ടമായിരുന്നു, അവരുടെ ഒരു അവകാശ പോരാട്ടമായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കുന്നതിന്, ഈ നിയമം കൊണ്ടുവരുന്നതിന് ആവശ്യമെങ്കിൽ ഒരു ആഴ്ച കൂടി സമ്മേളനം നീട്ടിവെക്കാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഇതിൽ വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ വൈകാതെ തന്നെ ഇത്തരമൊരു കാര്യം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് എത്തും. 2011 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നിലവിലെ പദ്ധതി പ്രകാരം വനിതാ സംവരണം നടപ്പിലാകുമ്പോൾ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 816 ഉയരും. അതായത് നിലവിലെ 543 എന്ന സംഖ്യയിലാണ് വലിയ വർധന ഉണ്ടാകുന്നത്. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടും. അതായത് 1/3 എന്ന നിലയിലേക്ക് വനിതകളുടെ സംവരണം എത്തിച്ചേരും. 2023 പാസാക്കിയ നിയമമനുസരിച്ച് പുതിയ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും ശേഷമേ സംവരണം എന്നത് വരൂ. എന്നാൽ ഇത് വേഗത്തിലാക്കാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. നടപ്പ് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ബില്ല് അവതരിപ്പിക്കുമെന്നും കരുതുന്നു. ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രതിപക്ഷ പാർട്ടികളുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകം തന്നെ ചർച്ചകൾ നടത്തി. രാജ്യസഭയിൽ അടുത്ത ആഴ്ച തന്നെ ബില്ല് വരും. ഒരു പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ അനുകൂലിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൂടി സഭാ സമ്മേളനം നീട്ടാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റ് NDA ആണ് ഇപ്പോൾ വനിതകൾക്ക് നൽകിയിട്ടുള്ളത്. 19 സീറ്റുകളിൽ NDAയുടെ പ്രതിനിധികൾ, BJPയുടെയും അതോടൊപ്പം തന്നെ 2020യുടെയും BDJസിൻ്റെയൊക്കെ ആയി ഉൾപ്പെടെ NDAയുടെ പ്രതിനിധികൾ 19 പേർ മത്സരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് LDF ആണ്. 18 സീറ്റുകളിലാണ് വനിതകൾ മത്സരിക്കുന്നത്. 12 സീറ്റുകളിൽ UDFിൻ്റെ വനിതാ സ്ഥാനാർത്ഥികളുമുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വനിതകൾക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു ബില്ലാണ് വരാൻ പോകുന്നത്. നിയമസഭാ സീറ്റുകൾ കേരളത്തിൽ മാത്രം 210 ആകും. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി മോഹികളൊക്കെ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പലരും സീറ്റ് കിട്ടാത്തതിനാൽ കരയുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇതിനൊക്കെ പരിഹാരമാകും. പക്ഷേ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ആളുകളെ മത്സരിപ്പിക്കാൻ പലരുടെയും പുറകെ നടക്കേണ്ടി വരുന്ന പശ്ചാത്തലവും ഒരുങ്ങുമെന്ന കാര്യം സംശയമില്ല. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20 നിന്ന് 30 ആകുമെന്നുള്ളതും വലിയ ഒരു മാറ്റമാണ്. ശ്രദ്ധിക്കണം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകും ഇതുമായി ബന്ധപ്പെട്ട് ഈ സീറ്റ് എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ വർധനവ് സംഭവിക്കുക. അത് ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു സദസ്സിലിരുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഉടനടി തന്നെ പ്രസംഗത്തിനിടയിൽ ഒരു വാക്കുപോലും മുറിക്കാതെ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമായി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പക്ഷേ പ്രസംഗത്തിന് അതേ ഭാവം തന്നെ ആയിരുന്നു. മറ്റ് പദപ്രയോഗങ്ങളൊന്നും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായി. ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ചോദ്യം എത്തിയത്. നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് ഇദ്ദേഹം ഒരു കട്ട CPM പ്രവർത്തകൻ തന്നെയാണ്, പത്തനംതിട്ടക്കാരനാണ്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഒരു പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആവേശത്തിൻ്റെ പുറത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. ഇത്തരം പതിവൊന്നും സാധാരണ ഇല്ലാത്തതാണ് അല്ലേ?
രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതാണ് കാരണം ഈ ചോദ്യം ചോദിച്ച വ്യക്തി എന്ന് പറയുന്നത് കടുത്ത CPM പ്രവർത്തകനാണ്. വർഷങ്ങളായി CPM പാരമ്പര്യമുള്ള കുടുംബമാണ്. അദ്ദേഹം ഈ CPMനോട് വലിയ ആരാധനയുള്ള ഒരു പ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം എന്നാണ് പറയുന്നത്. ആ ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടിയായി പറയുന്നത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ ഈ പ്രസംഗത്തിൽ പറയുന്നത്. എന്തായാലും അതിന് ശേഷം ഈ പാർട്ടി പ്രവർത്തനെ പോലീസ് തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഏതായാലും പിന്നീട് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിച്ച ദാസ് എന്ന് പറയുന്ന കോന്നി അട്ടച്ചാക്കൽ സ്വദേശിയാണ്, ഈ CPMന്റെ പ്രവർത്തകനാണ്. ദാസാണ് ഇത്തരത്തിലുള്ള ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചത്. എന്തായാലും അതിനുശേഷമാണ് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ദാസ് വീട്ടിൽ പോയത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ മറുപടി സ്വാഭാവികമായും അതൊരു മാനസിക വിഷമമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത്. പക്ഷേ അത് ദാസ് പിന്നീട് മാറ്റി പറയുകയും ചെയ്തു. ഏതായാലും EMS അതുപോലെ തന്നെ ഈ പറയുന്ന നയനാർ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ആരാധനയോട് കാണുന്ന ആളാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെയും അത്തരത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് സന്തോഷം കൊണ്ട് എണീച്ചൊരു ചോദ്യം എന്ന നിലയ്ക്കാണ് ഈ ദാസിന്റെ പ്രതികരണങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ ചോദ്യം ചോദിച്ച സമയത്താണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കാലമാണ്, നമുക്കറിയാം. എന്ത് പറഞ്ഞാലും അതെല്ലാം ചർച്ച ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ്. അത് ദോഷമായും ബാധിക്കാം, ഒരുപക്ഷെ അത് അനുകൂലമായും ബാധിക്കാം. എന്തായാലും പ്രതികൂലമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ സ്ഥാനാർത്ഥിക്ക് അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലിയ ജനകൂട്ടമാണ് ഉണ്ടായിരുന്നത്. അത്തരം ജില്ലയിലെ പരിപാടിക്ക് പല സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത കൂട്ടത്തിലാണ് കോന്നിയിൽ ഇങ്ങനെ ജനീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത്. എന്തായാലും ഈ സമയത്താണ് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുക. അത് മുഖ്യമന്ത്രി ഭാവവ്യത്യാസമില്ലാതെ തന്നെയാണ് ആ മറുപടി പറയുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി അറിയുകയും ചെയ്യാം. പക്ഷേ അത് പിന്നീട് അത് വിവാദമായി മാറുകയും ചെയ്തു. അത് വാർത്തകൾ ഏറ്റെടുക്കും, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രയോഗങ്ങൾ ഒരുപക്ഷെ അത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമാവുമോ പ്രതികൂലമാവുമോ എന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അത്തരം ചില സംസാരങ്ങളൊക്കെ ഏത് സമയം വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചയാകുന്ന കാര്യം തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ഈ ചോദ്യവും വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത്. രഞ്ജിത്തെ, ശരി. കാസർഗോട്ട് മയിലാട്ടിയിൽ ദേശീയപാതയ്ക്കരികിൽ സ്ഥാപിച്ചിരുന്ന LDFന്റെ പ്രചാരണ ബോർഡ് നശിപ്പിച്ചതായി പരാതി. പ്രചാരണ ബോർഡിൽ മുഖ്യമന്ത്രിയുടെ മുഖം കീറിയെടുത്തു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രചാരണ ബോർഡാണ് നശിപ്പിച്ചത്. CPM പനയാൽ ലോക്കൽ സെക്രട്ടറി O നാരായണൻ നൽകിയ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്തു. BJP പ്രവർത്തകർ പ്രചാരണ ബോർഡ് നശിപ്പിച്ചുവെന്നാണ് പരാതി. ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിനും സ്വത്തുവകകൾ നശിപ്പിച്ച് നഷ്ടമുണ്ടാക്കിയതിനുമാണ് കേസ്. 35,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായി FIRൽ പറയുന്നുണ്ട്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേബർ ക്യാമ്പിന് സമീപത്തുള്ള ഭീമൻ ബോർഡാണ് കീറിക്കളഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നാണ്. ആകെ 2118 പത്രികകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 1252 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 3 വരെ പത്രിക പിൻവലിക്കാൻ കഴിയും. അതോടുകൂടി സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും. സാരംഗ് സുധാകരുണ്ട്. സാരംഗ്, ഈ അപരന്മാരുടെ സാന്നിധ്യമാണ് ഇത്തവണ വലിയ തോതിൽ ചർച്ചയാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഒരു വ്യക്തത വരാൻ വ്യാഴാഴ്ച വരെ കാത്തിരിക്കണം, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം 26-ാം തീയതിയോടുകൂടിയായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ ചിത്രം മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ പരിശോധന ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി അപരന്മാരും ഡമ്മി സ്ഥാനാർത്ഥികളും ഇത്തവണ രംഗത്തുണ്ട്. അപരന്മാർ, അതായത് സുപ്രധാനപ്പെട്ട എല്ലാ മണ്ഡലത്തിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം സ്ഥാനാർത്ഥികൾക്കെല്ലാം അപരന്മാരുണ്ടെന്നാണ് ലഭിച്ച വിവരം. ഒപ്പം തന്നെ ഈ ഒരു പത്രികയിലെ പിശക് കാരണം തള്ളിപ്പോകാതിരിക്കാനടക്കം ഡമ്മി സ്ഥാനാർത്ഥികളടക്കം രംഗത്തിറക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ, അതായത് നാമനിർദ്ദേശ പത്രിക ലഭിച്ചത് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നാണ് ലഭിക്കുന്ന വിവരം. 18 പത്രികകൾ അവിടെ ആ മണ്ഡലത്തിൽ മാത്രം ലഭിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും 26-ാം തീയതി വരെ സമയമുണ്ട് പത്രിക പിൻവലിക്കാനും. ഒപ്പം അതിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അതിനുശേഷം ഇപ്പോൾ തന്നെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കൊണ്ട് അതിലെ പിശകുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ 2020-യുടെ സ്ഥാനാർത്ഥി അടക്കം ഈ ഒരു വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തതിന്റെ പേരിൽ പിന്നീട് മാറേണ്ടി വന്നിരുന്നു. അത്തരത്തിലുള്ള, അതായത് ഈ ഒരു പിശക് മൂലം ആരെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ
മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമോ അല്ലെങ്കിൽ പത്രിക തള്ളുമോ എന്നടക്കം 26-ാം തീയതിയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. എന്തുതന്നെയായാലും തെരഞ്ഞെടുപ്പിലെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 26-ാം തീയതി. അതിന് ഇപ്പോൾ തന്നെ ഇനി 14 ദിവസമാണ് ഇന്നുകൂടി കണക്കാക്കുകയാണെങ്കിൽ 15 ദിവസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് നിലവിൽ ബാക്കിയുള്ളൂ. ആ സമയം കൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താനുള്ള നീക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. ശരി സാരംഗ്. കണ്ണൂരിൽ CPM-ൽ അഴിമതിയും സ്വജനപക്ഷപാതവുമെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്. ഭരിക്കുമ്പോൾ CPM അണികളുടെ ഭാര്യമാർക്കും മക്കൾക്കും ജോലി നൽകി. സ്വജനപക്ഷപാതമായിരുന്നെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിയമസഭാ സീറ്റ് നൽകുന്നതിൽ സ്വജനപക്ഷപാതമാണ് CPM സ്വീകരിച്ചതെന്നും മാർട്ടിൻ ജോർജ് ന്യൂസ് 18-നോട് പറഞ്ഞു. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് കണ്ണൂർ മണ്ഡലത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരു കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷയുള്ളത്? കണ്ണൂരിൽ നല്ല വിജയപ്രതീക്ഷയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുള്ളത്. എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ ഉള്ള എല്ലാ സീറ്റുകളിലും നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പിക്ചറിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ടായിരുന്ന സാധാരണയുള്ള തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ വിസ്മയങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഞങ്ങൾക്ക് ഉണ്ട്. ഈ പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പും സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഏറെ ഉറ്റുനോക്കുന്നത് എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു സാഹചര്യം? അവിടെ നല്ല വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതല്ല ഞാൻ സൂചിപ്പിച്ചത്. കാരണം അവിടെ CPM-ൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് അഴിമതിയാണ് എങ്കിൽ മറ്റു സ്ഥലത്ത് സ്വജനപക്ഷപാതം. പയ്യന്നൂരിൽ അഴിമതിയുടെ പേരിൽ CPM എന്നും ആളുകൾ ആ പാർട്ടിക്കെതിരെ നിൽക്കുമ്പോൾ തളിപ്പറമ്പ് എത്തുമ്പോൾ സ്വജനപക്ഷപാതമായ സംസ്ഥാന സെക്രട്ടറി ഭാര്യയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർ ഭരിക്കുന്ന സമയത്ത് CPM-ൻ്റെ അണികൾക്ക് ജോലി കൊടുത്ത് സ്വജനപക്ഷം മാതാക്കന്മാരുടെ മക്കൾക്കും ഭാര്യമാർക്കും ജോലി കൊടുത്ത് സ്വജനപക്ഷപാതമായിരുന്നുവെങ്കിൽ രാഷ്ട്രീയത്തിൽ നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കൊടുക്കുന്നതിലും സ്വജനപക്ഷപാതമാണ് CPM സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നത് അയോഗ്യതയാണോ എന്നാണ് ശ്യാമള ചോദിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ഭാര്യ ഒരിക്കലും അയോഗ്യതയല്ല. അങ്ങനെ പലരുടെ ഭാര്യമാരൊക്കെ മത്സരിക്കുന്നത്. പക്ഷേ അവരുടെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അവർ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. അവർ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും കൂടി സാധാരണ വർക്കർമാരുടെ പേരിൽ അടിച്ചേൽപ്പിച്ചതാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഈ സുധാകരന് ഉണ്ടായ വിഷയങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും അദ്ദേഹവുമായുള്ള DCC-യുമായി ഒരു ബന്ധം പ്രചരണത്തിന് അധികം സജീവമായി ഉണ്ടാകും? സുധാകരൻ കഴിഞ്ഞ നടന്ന നിയമസഭ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിൽ നടന്ന എല്ലാ സ്ഥലത്തും തന്നെ അദ്ദേഹത്തിന് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും മീഡിയാസ് എല്ലാം കണ്ടതാണ്. അങ്ങനത്തെ യാതൊരുവിധ വിഷയങ്ങളും നമ്മളുടെ ഇടയിൽ ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഈ ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഉന്നയിച്ച ഒരു ഡീൽ BJP LDF ഉണ്ടെന്നാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്? കണ്ണൂർ ജില്ലയിൽ ആ ഡീല് നേരത്തെ തന്നെയുള്ള ഡീലാണ്. കണ്ണൂർ ജില്ലയിൽ കൃത്യമായിട്ട് ഡീലുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ വിഷയവുമില്ല. അവർ ബൈ ആയിട്ടുള്ള ഇതാണ്. മട്ടന്നൂരിൽ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മിക്ക സ്ഥലങ്ങളിലും എന്തിനു പോകുന്നു? കണ്ണൂർ കോർപ്പറേഷനിൽ 4 സീറ്റ് BJP-ക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ CPM-ൻ്റെ വോട്ട് നിങ്ങൾ പരിശോധിക്കണം. ആ സ്ഥലങ്ങളിൽ BJP ജയിച്ച സ്ഥലങ്ങളിൽ CPM-ൻ്റെ കിട്ടിയ വോട്ട് എത്രയാണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് എന്തായാലും CPM-ഉം അതുപോലെ തന്നെ BJP-യും ഡീലുണ്ട് കണ്ണൂർ എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. വലിയ വിജയപ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നു. KB ബൈജു, ന്യൂസ് 18 കണ്ണൂർ. വിജയപ്രതീക്ഷ പങ്കുവച്ച് കൊട്ടാരക്കരയിലെ NDA സ്ഥാനാർത്ഥി R രശ്മി. വിജയിച്ചാൽ താലൂക്ക് ആശുപത്രിയുടെ വികസനം, പാർപ്പിടം, തൊഴിൽ, കേന്ദ്ര പദ്ധതിയിൽ ആരോഗ്യ മന്ത്രാലയ മേഖലയിൽ മുന്നേറ്റം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് രശ്മി വിശദീകരിക്കുന്നത്. എസ് വിനീഷിന്റെ ഈ റിപ്പോർട്ടോടുകൂടി 9 മണി പൂർത്തിയാകുന്നു. നമസ്കാരം. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി R രശ്മി ന്യൂസ് 18-നൊപ്പം ചേരുകയാണ്. ചേച്ചി, കടുത്ത ചൂടാണ്. ചൂടിനെല്ലാം വകവെച്ചുകൊണ്ടാണ് പ്രചരണങ്ങളൊക്കെ. എങ്ങനെയായി? 5-6 ദിവസം കൊണ്ട് രാവിലെ ഏകദേശം ഒരു 5:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുകയും തിരിച്ച് ഏകദേശം 12-12:30 ആകുമ്പോഴാണ് വീട്ടിലെത്തിച്ചേർന്നത്. ഒരു സമയം പോലും വെറുതെ കളയാതെ ഞാനും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും കൊട്ടാരക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, അതിശക്തമായ ചൂടാണ്. ഈ ചൂടിനെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ്
ഓരോ പ്രവർത്തകരും എനിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. നേതാക്കന്മാർ കൊടുക്കുന്ന നിർദ്ദേശം വളരെ കൃത്യമായി ഓരോ മണ്ഡലങ്ങളും ഓരോ ബൂത്തുകളും സജീവമായി അതിൽ ഇടപെടുന്നു എന്നുള്ളത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. കഴിഞ്ഞ ടൈമിൽ മത്സരിച്ചപ്പോൾ KN ബാലഗോപാലായിരുന്നു എതിർ സ്ഥാനാർത്ഥി. നല്ല മത്സരമായിരുന്നു. ഇപ്പോൾ ധനമന്ത്രി മണ്ഡലത്തിലെ MLA കൂടിയാണ്. അപ്പം അതുപോലെ തന്നെ ഐഷ പൊറ്റി അറിയാം, മുൻ MLA ഒക്കെ ആയിരുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു മത്സരത്തെ? നമ്മൾ ഏതൊരു തെരഞ്ഞെടുപ്പിനെയും നേരിടുമ്പോൾ നമ്മുടെ എതിരാളികൾ ശക്തരാണെന്ന ബോധത്തോടെയാണ് ഓരോരുത്തരും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലാണ് LDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി 3 തവണ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച MLA ആണ്. ആ 15 വർഷക്കാലം ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് ഐഷ പോറ്റി എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ ചെയ്തിട്ടില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും കൊടുക്കുന്ന കരം ഉപയോഗിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് അവർ കൊടുത്ത വികസനങ്ങൾ, ഇപ്പോൾ ഓരോ വീട്ടിലും ഇന്നലെയും ഇന്നുമായി അഭ്യർത്ഥനകളുമായി ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ പോകുന്നത് എനിക്ക് കാണാനായി സാധിച്ചു. അവർ വീടുകളിൽ ചെല്ലുമ്പോൾ പറയുന്നത് ഞങ്ങൾ പെൻഷൻ കൂട്ടി, ആനുകൂല്യങ്ങളെല്ലാം തന്നു, ലൈഫ് അടക്കം. നമുക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന തന്നെ പേര് മാറ്റി ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ഈ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് അതിൽ എത്ര ഗുണഭോക്താക്കളെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു. ഞാനൊരു താഴെത്തട്ടിലുള്ള ജനപ്രതിനിധി, 10 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമായി നിലനിന്ന ഒരാളെന്ന നിലയിൽ ആ സമയത്ത് ധാരാളം വീടുകൾ നമുക്ക് പല പദ്ധതികളിലൂടെ നടപ്പാക്കാൻ സാധിച്ചു. പക്ഷേ ലൈഫ് എന്ന് പറയുന്ന പദ്ധതി വന്ന് ഈ മറ്റു പദ്ധതികളെ എല്ലാം ആകെ അട്ടിമറിച്ചു. അപ്പോൾ സാധാരണക്കാർക്ക് ഗുണകരമായ പദ്ധതികളൊന്നും തന്നെ ചെയ്യാനായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. എന്താണ് പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസന ലക്ഷ്യം? വികസന ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും താലൂക്ക് ആശുപത്രിയിൽ സേവനത്തിന് വേണ്ടി ജനങ്ങൾ എത്തിച്ചേരുന്നു, രോഗികൾ എത്തിച്ചേരുന്നു. അതൊരു രോഗി സൗഹൃദമായിട്ടുള്ള ആശുപത്രി അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആവശ്യത്തിന് മരുന്നുകളില്ല, ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല. പിന്നെ ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു ചെന്നാൽ ആ ആശുപത്രിയുടെ അന്തരീക്ഷം എപ്പോഴും വളരെ വൃത്തിയും വെടുപ്പുമുള്ളതാവണം. അങ്ങനെയുള്ളൊരു താലൂക്ക് ആശുപത്രി അല്ല കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിലുപരിയായി നമുക്കറിയാം, നമ്മുടെ ഇന്ന് യുവാക്കൾ എല്ലാ കാര്യങ്ങളും നവമാധ്യമങ്ങളെക്കാൾ ഉപരി എല്ലാ കാര്യങ്ങളും നന്നായി വീക്ഷിക്കുന്നവരാണ്. യുവാക്കൾക്ക് നമ്മുടെ കേരളത്തിൽ ജോലിയില്ല, വിശേഷിച്ച് കൊട്ടാരക്കരയിൽ. അവർ വിദേശങ്ങളിലേക്ക് ജോലി തേടി പോകുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായ ജോലിക്കും പഠനത്തിനാവശ്യമായ സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിലുപരിയായി ഇപ്പം ആതുര സേവന മേഖലയിൽ നമ്മുടെ ETCയുമായി ബന്ധപ്പെട്ട് ധാരാളം പൊതുസ്ഥലങ്ങൾ ഉണ്ട്. ആ പൊതുസ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി അവിടെ നല്ലൊരു ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും. തീർച്ചയായും അതുതന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ രശ്മിക്ക് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ലക്ഷ്യമിടുന്നത്. S. വിനീഷ്, News 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.